പന്തൽ സ്വർഗാണ്, വ്യത്യസ്ത കളറിലൊക്കെ ഉള്ള സ്വർഗത്തിലായിരുന്നു പന്തൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് മേൽനോട്ടം. മൂപ്പരാണ് ഇങ്ങനെ ആളെ കടത്തി വിടേണ്ടതും ഗേറ്റിങ് ഇങ്ങനെ നിന്നിട്ട്, നമ്മളൊരു ഭാഷയിൽ ഇങ്ങനെ പറയാം, സ്വർഗത്തിൽ വെച്ചാണ് ആദ്യത്തെ കല്യാണം. അബുൽ ബഷറായ ആദം അലൈഹിസ്സലാമാണ് പുതിയാപ്പിള. ഉമ്മനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാകുന്നു മണവാട്ടി. സ്വർഗത്തിൽ വെച്ച് കല്യാണം നടന്നു. പക്ഷേ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ വെച്ച് ഇണ ചേർന്നിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ അൽ ബിദായത്തു വന്നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാല്, എങ്ങനെയാണ് ഇണ ചേരുക എന്നവർക്ക് അറിയുമായിരുന്നില്ല എന്നതാണ് കാരണം. നല്ല ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയണ കേട്ടോ. നമ്മളെ നമുക്കിതൊക്കെ ജനിച്ചപ്പോ തന്നെ അറിയുന്നതാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ അറിയാത്തതുകൊണ്ട് ആദം നബിയും ഹവ്വാബിയും സ്വർഗത്തിന് ഇണ ചേർന്നിട്ടില്ലാന്ന് ഇന്റെ വകയാണ് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാലോ. എല്ലാത്തിനും തെളിവ് പറയണില്ല, ഇതിന് തെളിവുണ്ട്. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അൽ ബിദായത്തു വന്നിഹായയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് അവർ ഇണ ചേർന്നിട്ടില്ലെന്ന്. ഭൂമിയിൽ വന്നു. അബുൽ ബഷറായ ആദം അലൈഹിസ്സലാം ശ്രീലങ്കയിലെ ദജിന എന്ന പ്രദേശത്താണ് വന്നത്. ആദമ്മല എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു സ്ഥലം അവിടെയുണ്ട്. പുരാതനമായ ഇന്ത്യയുടെ ഭാഗമായിരുന്നു അത്. അതുകൊണ്ടാണ് ആദം നബി ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത്. ശ്രീലങ്കക്കാരുടെ ഭാഷ തമിഴായിരുന്നു. അതുകൊണ്ട് ആദം നബിയുടെ ഭാഷ തമിഴാണെന്ന് പറയപ്പെടുന്നുണ്ട്. തമിഴന്മാരെ നമ്മളെ അണ്ണാച്ചികൾ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ആദം നബി അണ്ണാച്ചിയാണ്. ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യരുത് എന്നുള്ളതിന്റെ പാടാണത്. അതിനാണ് ഞാനത് പറയണത്. ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ആദം നബി അലൈഹി ഇസ്ലാം അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിലാണ് വന്നത്, ശ്രീലങ്കക്കാരനാണ്, തമിഴനാണ്. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ജസീറത്തുൽ അറബിലെ ജിദ്ദയിലാണ് വന്നത്. രണ്ടുപേരും പരസ്പരം അന്വേഷിച്ച് നടന്നു. അവസാനം കണ്ടുമുട്ടിയത് ദുൽഹിജ്ജ മാസം 9 അറഫയിൽ വെച്ചായിരുന്നു. അന്ന് മുഖറബുൽ അംലാക്കായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് എങ്ങനെയാണ് ഇണ ചേരേണ്ടത് എന്ന് പഠിപ്പിച്ചു. അതിനുശേഷമാണ് അവർ ആദ്യമായി ഇണ ചേർന്നത്. ഭാര്യയും ഭർത്താവും ഇണ ചേരുക എന്ന പ്രവർത്തനം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചതാണ്. എന്തിനത് പറഞ്ഞു വെച്ചാല്, ലോകത്ത് എന്തെല്ലാം വിവരമുണ്ടോ ആ വിവരം മുഴുവൻ അമ്പിയാക്കളിലേക്ക് എത്തുള്ളൂ. അമ്പിയാക്കളിലേക്ക് എത്തിയാൽ അത് വഹയിലേക്കെത്തും, വഹി അള്ളാഹുവിലേക്കെത്തും. വിവരം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ്, ഒരിക്കലും താഴെ നിന്നും മേലേക്ക് കയറുന്നതല്ല. അതുകൊണ്ടാണ് വയലു പറയുന്ന ആൾ സ്റ്റേജ് നിൽക്കുന്നത്, വേറെ ആരും നിർത്താത്തതും. വിവരം മേലെന്ന് താഴത്തേക്കേ വരുള്ളൂ. നുസൂലാണ് വിവരം, മുകളിൽ നിന്ന് താഴേക്ക്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. അൽ-കഹ്ഫിന്റെ ആദ്യം ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽ-കഹ്ഫ് സൂറത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഓർക്ക പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങളോ ഓതണം, പെണ്ണുങ്ങളോ ഓതണം അൽ-കഹ്ഫ് വെള്ളിയാഴ്ച. ആണുങ്ങൾക്ക് മാത്രമുള്ള ഒന്നല്ല വെള്ളിയാഴ്ചത്തെ അൽ-കഹ്ഫ്. ഒരു വെള്ളിയാഴ്ച അൽ-കഹ്ഫ് സൂറത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറായിരിക്കുമെന്ന് പറഞ്ഞാൽ നൂറ് ഈമാനിന്റെ സിമ്പലാണ്. അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അയാൾ മരണപ്പെട്ടാൽ ഈമാനോടുകൂടി മാത്രമേ മൗത്താവുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ആ അൽ-കഹ്ഫ് ഇങ്ങനെ തുടങ്ങുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. എല്ലാ വിവരം മേലെന്ന് താഴത്തേക്ക് വന്നതാണ്. തൗറാത്ത് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, നസല അലാ മൂസ. നസല എന്ന് പറഞ്ഞാൽ തന്നെ മേലെന്ന് താഴത്തേക്ക് ഇറങ്ങാന്നാണ്. തൗറാത്ത് മൂസ നബി അലൈഹിസ്സലാമിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയതാണ്. എല്ലാ പ്രവാചകന്മാർക്കും വിജ്ഞാനം മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പൊ ഒരു കാര്യം വിവരമാണെങ്കിൽ അത് അമ്പിയാക്കളിലേക്കെത്തും.
നുബുവത്തിലേക്കെത്തും, അത് വഹിയിലേക്കെത്തും, വഹി അള്ളാഹുവിലേക്കെത്തും. ഏത് വിവരം ലോകത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് വഹി മുഖേന അമ്പിയാക്കൾ വഴി വരുന്നതാണ്. നൂൽനൂറ്റതും മുനഹവ്വയാണേ ആദ്യമായി, അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. അള്ളാഹു താഴ്വസ്ഥയുടെ ദറജ ഉയർത്തട്ടെ, നമ്മളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. കൊല്ലത്താണ് മഹാനവറുകളുടെ ഖബർ. കൊയിലാണ്ടി കൊല്ലല്ല, തെക്ക് കൊല്ലത്താണ് മഹാനവറുകളുടെ ഖബറുള്ളത്. പറ്റുന്നവർ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സിയാറത്ത് ചെയ്താൽ നല്ലതാണ്. വലിയ തൗഫീഖുള്ള മനുഷ്യനാണ്. എത്ര ലളിതായിട്ടാ പറഞ്ഞെന്നറിയോ ഓരോ കാര്യങ്ങളും. നൂൽനൂറ്റതും ഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. ആദ്യത്തെ ടൈലർമാര്, നമുക്ക് ടൈലർമാരുണ്ടാവുമല്ലോ ഇവിടെ. ടൈലറോട് എന്താ പണി എന്ന് ചോദിച്ചാൽ പറയും, തൽക്കാലം ഇപ്പൊ ഇവിടെ ഒരു ടൈലർ ഷാപ്പ് ഉണ്ട്, പിന്നെ ഒരു പേപ്പർ നോക്കിയിട്ടും എന്നറിയും അക്കരമക്ക് പോകാൻ. ഇന്റെ മലപ്പുറം ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആ ഭാഷ മാറ്റൊന്നുമില്ല, അങ്ങനെ തന്നെ പറയുള്ളൂ. മാറ്റാൻ കഴിയാത്തോണ്ടല്ല, മാറ്റൂല എന്ന് കരുതിയിട്ട് തന്നെ. ഒരു അവനാനീയത്ത് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും, ഒരു നമ്മളീയത്ത്, ഒരു സ്വന്തം, അത് നിലനിർത്തിയല്ല പറ്റുള്ളൂ. സ്വത്വം നിലനിർത്തുക എന്നാണ് പുതിയ പ്രമേയം തന്നെ. അപ്പൊ നമ്മളെ നിലനിൽപ്പ് ആ ഭാഷ കൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ നിലനിർത്തിയേ പറ്റുള്ളൂ. അത് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു, അതിൽ നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്കുള്ളതിൽ നമുക്ക് എപ്പോഴും ഒരു അഭിമാനം ഉണ്ടാവണം. അപ്പൊ ടൈലറോട് എന്താ എനിക്ക് പണിയെന്ന് ചോദിച്ചാല്, തൽക്കാലം ഇവിടെ ഒരു ടൈലർ ഷാപ്പ് ഉണ്ട്, പിന്നെ ഒരു വിസ നോക്കിയിട്ടുണ്ട് അക്കരമക്ക് പോകാനെന്നാണ്. വിസ തൽക്കാലാക്കാം, ടൈലറിങ് സ്ഥിരാക്കണം. കാരണം ആദം വല്ലിപ്പ എന്ന നമ്മളെ വാപ്പാന്റെയും ഹവ്വാ ബീവി എന്ന നമ്മളെ ഉമ്മാന്റെയും കുലത്തൊഴിലായിരുന്നു ടൈലറിങ്. ആദ്യമായി നൂലുണ്ടാക്കിയത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ് ആദ്യമായി. അതുകൊണ്ട് വസ്ത്രം നെയ്തത് അബൂന അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം. അങ്ങനെ അങ്ങോട്ട് നിയ്യത്ത് വെച്ച് ചെയ്യണം നമ്മൾ, അപ്പോഴുള്ളൂ. ഞാൻ ജിമായിനെ പറ്റി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ച അമലാണ് എന്നുള്ളതിൽ തന്നെ ചെയ്യണത്. അപ്പോഴാണ് അതിന്. അല്ലെങ്കിൽ പിന്നെ മജ്‌ലിസിനോർക്ക് എല്ലാ പ്രാവശ്യം 313 കുട്ടികൾ സ്വാലിഹാവാന് കൊടുക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സംഗതി അല്ലാതെ എന്നോട് ബന്ധങ്ങളെ കുറിച്ച് പറയാനാ പറഞ്ഞിട്ടുള്ളത്. അസ്ലം അസരി പൊയ്ത്തും കടവ് ഉച്ചയ്ക്ക് ശേഷം മക്കളെ കുറിച്ച് പറയും, സന്താന പരിപാലനം. അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കി ഒരു തലക്കെന്ന് മറ്റേ തല വരെ പറഞ്ഞു തീർക്കും. അതന്നെ പരിപാടി. അത് ക്രമമൊന്നുമില്ല, അക്രമത്തിൽ പറയും. ക്രമമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതിൽ അതൊക്കെ ഉണ്ടാവും. നല്ലോണം ശ്രദ്ധിച്ചിരുന്നാലും നല്ലോണം മനസ്സിലാവും. അതാണ്. എഡിറ്റ് ചെയ്യാണ്ടാവില്ല കേട്ടോ. ആ മൂത്രം വയ്ക്കാൻ പോയപ്പോൾ അത് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ പോയവർക്ക് പോയി, അത്രേ ഉള്ളൂ. രണ്ടാമത് പറയൊന്നുമില്ല. ഷുഗർ ഉള്ളവർക്ക് മൂത്രയിക്കാൻ പോകാൻ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ കസാല സംഘാടകർ കഴുകാൻ നിൽക്കേണ്ടി വരും, ബുദ്ധിമുട്ടാവും. അല്ലാത്തവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ചെറിയ ചൂടൊക്കെ ഉണ്ട്, എനിക്കുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചെറിയൊരു ചൂടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ വളരെ മനോഹരമായി നമ്മുടെ വിദ്യാർത്ഥികൾ, സംഘാടകർ വളരെ മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട്. എന്തൊരു ഒതുക്കുള്ള പന്തലും സൗകര്യങ്ങളും സംവിധാനങ്ങളും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇന്നലെ രാത്രി ഞാൻ 1 മണിക്ക് എത്തിയപ്പോൾ ഇവിടെ പന്തൽ വന്ന് നോക്കി. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കാർപ്പറ്റ് വിരിക്കുന്നുണ്ട്, ടേബിളൊക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് കിടക്കാൻ പോയപ്പോൾ ഇവിടുന്ന് പാട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. സുബൈക്ക് പള്ളിയിൽ വന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പോലും എല്ലാവരും ഇങ്ങനെ നീച്ചിക്കാണ്. പോലെ നീച്ച് നിൽക്കുന്നത് എന്തിനാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അതന്നെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നൂൽനൂറ്റതും മുനഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിമാനത്തോടു കൂടെ ചെയ്യണം എന്നാണ്. എല്ലാ അഭിമാനത്തോടു കൂടെ ചെയ്യണം. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന. ആദ്യമായി മരപ്പണി ചെയ്ത ആള് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം ഇരുമ്പ് പണിയിലെ ആദ്യത്തെ പണി പടയങ്കി ഉണ്ടാക്കിയതാണ്. ആയുധങ്ങളല്ല. ആയുധങ്ങൾ പഴയ കാലത്ത്
എല്ലുകളും കല്ലും മരക്കഷ്ണവുമൊക്കെയാണ് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലാൻ